ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഉച്ചവരെ കുറച്ച് കുക്കിംഗ് വിശേഷങ്ങളാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. രാവിലത്തെ എഴുന്നേറ്റ് കിച്ചണിലേക്ക് വന്ന് ചായക്കല്ലിൽ വെള്ളമൊക്കെ വെച്ച് രാവിലത്തെ ചായക്കടിക്ക് പുട്ടുണ്ടാക്കി. പുട്ടിലേക്ക് കടലക്കറിയൊക്കെ ഇട്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഇതിന് മിസ്സായി പോയി കേട്ടോ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കേക്കിൽ മീൻ കിട്ടിയിട്ടുണ്ട്. മീനൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇത് കൂട്ടാൻ വെക്കാൻ വേണ്ടി മുതിരയും കറുവത്തോണ്ടിട്ട് വെക്കുന്നത്. മുതിര വറുത്ത് 2 വിസിലെടുത്ത് വേവിച്ചെടുത്ത് അതിലേക്ക് പച്ചമുളക് ഉപ്പിട്ട് അരിഞ്ഞ് വെച്ച കറുവത്തയും കൂടെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മീനൊക്കെ നന്നാക്കി അത് പൊരിക്കാൻ വേണ്ടിയിട്ട് കായം കൂട്ടി വെക്കട്ടെ കേട്ടോ. മീനൊക്കെ കായം കൂട്ടി വെച്ചപ്പോൾ കൂട്ടാനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചെറുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് തൂമിച്ചെടുക്കുക കേട്ടോ. ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തൊന്ന് ചൂടാക്കിയെടുത്ത് കൂട്ടാനിലേക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. ചോറിലെ കറി താളിപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ആയി മീനൊക്കെ പൊരിച്ചെടുത്ത് അരിയൊക്കെ വെന്ത് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയപ്പോഴാണ് ഒരു 3 കൂൺ കിട്ടിയത്. ആ 3 കൂന് ഇതുപോലെ കഞ്ഞിവെള്ളത്തിൽ പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചെടുക്കാണ്ട് ചെയ്യുന്നത്. നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ വെക്കാൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കൂൺ താളിക്കുക എന്നൊക്കെ പറയുന്നത് അതേപോലെയാണ് വെക്കുന്നത് കേട്ടോ. അത് അധികം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അതൊക്കെ റെഡിയായി ഉണ്ണെല്ലാം കഴിഞ്ഞ് കുട്ടികൾക്ക് രക്തം ഉണ്ടാവാനും തടിയൊക്കെ കൂടാനൊക്കെ വേണ്ടിയിട്ട് കടല വറുത്ത് അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ചേർക്കേണ്ടത് വറുക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടില്ല. ബദാമും കടലയും ഒക്കെ വറുത്തെടുത്ത് എള്ളും വറുത്തെടുക്കും കേട്ടോ. ഒരു പിടിയൊക്കെ അരിയും കൂടി വറുത്തെടുക്കും. അങ്ങനെ പൊടിക്കുമ്പോൾ കട്ട കുത്തി നിൽക്കാക്കാൻ വേണ്ടിയിട്ട് അരി ചേർക്കുന്നത്. കുറച്ച് ചേർത്താൽ മതി, അരി കൂടിപ്പോയത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ. വറുത്തെടുത്ത് കുറച്ച് കൽക്കണ്ടം മധുരത്തിന് ആവശ്യമായിട്ട് കൽക്കണ്ടം കൂടി ചേർത്ത് ഇത് പൊടിച്ചെടുക്കാം. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെ ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക, സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. ഒരു ട്രിപ്പ് പൊടിച്ചെടുത്ത് അടുത്ത ട്രിപ്പ് കൊണ്ടിട്ട് കൽക്കണ്ടോ ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് പൊടിച്ചു കൊടുക്കുകയാണ്. ഫസ്റ്റ് പൊടിച്ചപ്പോൾ കുറച്ച് മധുരം കുറവായിരുന്നു. അത് കുറച്ചധികം കൽക്കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിച്ചതുപോലെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ. എള്ളൊക്കെ പിന്നെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാം കേട്ടോ. പ്രസവിച്ച് കിടക്കുമ്പോഴും സുന്നത്തൊക്കെ കഴിച്ചിട്ട് കുട്ടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അങ്ങനെ അടക്കിയിരുന്ന് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം അങ്ങാടിക്ക് ഒന്ന് ഇറങ്ങിയതായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം മക്കൾക്ക് ഷവർമ്മ വേണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വാങ്ങിക്കണം. വീട്ടിൽ കഴിക്കാനൊക്കെ വീട്ടിൽ കൊണ്ടുവന്നൊക്കെ ആയിരുന്നു.
ഒരു സ്പൈഡർമാൻ ഉണ്ട് ഇവിടെ, സ്പൈഡർമാൻ. ഹായ്. ഇതാണ് മുന്നാസിന്റെ, ഇതാണ് എന്റേത്, ഇതാണ് ഉമ്മച്ചിന്റെ, ഇതാണ് അയ്യൂന്റെ, ദുന്നാച്ചി, ഇത് മുന്നാസ്, ഇത് അബാന്, ഇത് ചിച്ചു. ഹായ്.